പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, പരിശുദ്ധ അമ്മ മാതാവിന്റെ വലിയ മാധ്യസ്ഥത്തില് ഈ ഒക്ടോബർ മാസത്തില് ജപമാലയുടെ ശക്തമായ സംരക്ഷണത്തില് അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് തിരുമനസ്സായിരിക്കുമ്പോ അമ്മ മാതാവിന്റെ മാതൃകയും അമ്മ മാതാവിന്റെ ജീവിതവും അമ്മയിൽ നിറഞ്ഞ ദൈവകൃപയും അമ്മയിൽ നിറഞ്ഞ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും അനുഭവിച്ചറിയാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾ ദൈവകൃപ നിറയാനും കർത്താവ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകാനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അതിനായി നാം എല്ലാവരോടും കൂടെ നമ്മുടെ മക്കളോടും കൂടെ പ്രത്യേകിച്ചും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇവിടെ ദൈവമക്കളെ, വലിയ സന്തോഷത്തോടെ അമ്മ മാതാവിന്റെ സാന്നിധ്യവും അമ്മയിൽ നിറഞ്ഞ കൃപയും അമ്മയുടെ ജീവിതത്തിന്റെ വലിയ അഭിഷേക ശക്തിയും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നിറയപ്പെടാൻ വേണ്ടി ജപമാല ചൊല്ലി ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ യോസപിതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ, ഈ ഒക്ടോബർ മാസം നമ്മെ സംബന്ധിച്ച്, നമ്മുടെ മക്കളെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ വിടുതലിന്റെയും സൗഖ്യത്തിന്റെയും വിമോചനത്തിന്റെയും അതിലേറെ ദൈവിക ശക്തിയുടെ കൃപയുടെ കൂടെ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ വലിയ അഭിഷേകമായിട്ട് മാറും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് ശക്തമായി ഈ നിയോഗങ്ങളൊക്കെ വെച്ച് അർത്ഥം മനസ്സിലാക്കി ജപമാല ചൊല്ലി കർത്താവിന്റെ സന്നിധിയിൽ അമ്മ മാതാവിനോട് ചേർന്ന് യേശുപിതാവിനോട് കൂടെ പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന അമ്മയിൽ നിറഞ്ഞ വലിയൊരു കൃപ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനം. ആ വചനത്തിന് മുമ്പ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയോട് നടക്കാൻ പോകുന്ന കാര്യങ്ങള്, വചനം ആസ്വദിക്കുന്ന കാര്യങ്ങള്, രക്ഷകനെ കുറിച്ച്, ആ രക്ഷകന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ മാതാവ് പറയുന്നൊരു കാര്യമുണ്ട്. 34-ാമത്തെ വചനം, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതായത് അമ്മ മാതാവ്, നമ്മുടെ അമ്മ ഒരു വ്രതമെടുത്തിട്ടുണ്ട്. അമ്മയെ കുറിച്ച് നമുക്കറിയാം. കുഞ്ഞുനാളിലെ ദേവാലയത്തില് വിശുദ്ധ യോവാക്യമും അന്നാമയും കൊണ്ടുവന്ന് സമർപ്പിച്ചു. പിന്നീട് ദേവാലയത്തില് പുരോഹിതരുടെ സംരക്ഷണത്തില് അവിടെയുള്ള ഇതിനു പറ്റിയ ഒത്തിരി മക്കളുണ്ട്. ആ കൂട്ടായ്മയില് ദേവാലയത്തില് വസിച്ച് തന്റെ കന്യകാത്വം ദൈവത്തിന് നേർന്ന് ദൈവസന്നിധിയില് ദൈവത്തിനു വേണ്ടി ജീവിച്ച സമർപ്പിച്ചവളാണ് പരിശുദ്ധയമ്മ. അതിനാൽ തന്നെ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനോ അതിനുവേണ്ടി ദാമ്പത്യ ബന്ധം പുലർത്താനോ ഒരു കന്യകാ വ്രതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സാധ്യമല്ല. അതിന് വിരുദ്ധമായിട്ടെന്ന പോലെ ഒരു കാര്യമാണ് മാലാഖ പറയുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അമ്മയുടെ ജീവിതത്തിനും അമ്മയുടെ വ്രതത്തിനും ഘടകവിരുദ്ധമായ ഒരു കാര്യം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ദൈവത്തിന് നേർന്നു, ദൈവത്തിന് സമർപ്പിച്ചു, ഞാൻ വ്രതമെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് സംഭവിക്കില്ല. എങ്ങനെ? ചോദ്യം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം മക്കളെ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കള്. നമുക്ക് ജീവിക്കാനൊരു ജീവിതമുണ്ട്, വ്രതബദ്ധമായ ജീവിതമുണ്ട്. ക്രൈസ്തവ ജീവിതത്തിന്റെ വ്രതങ്ങളുണ്ട്, വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം, എന്റെ പൗരോഹിത്യം, സന്യാസ ജീവിതം, നിങ്ങളുടെ വിവാഹത്തിന്റെ ജീവിതം, അതിലൊക്കെ വ്രതങ്ങളുണ്ട്. ജീവിക്കാൻ ജീവിതമുണ്ട്, വചനത്തിന്റെ അടിസ്ഥാനമുണ്ട്. ഇന്നു മുതൽ മരണം വരെ ഒറ്റ ശരീരം പോലെ ജീവിക്കേണ്ട കുടുംബജീവിതം, കന്യക ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം ജീവിക്കേണ്ട സന്യാസ ജീവിതം, ക്രൈസ്തവ ജീവിതം, ശരീരത്തിന്റെ ഉയർപ്പിനും നിത്യമായ ജീവിതത്തിനു വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം. അതുകൊണ്ട് നമ്മൾ അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ലോകം പലതും പറയും. വ്യഭിചാരൊന്നും കുഴപ്പമില്ല, മദ്യപിച്ചോ, ലിവിങ് ടുഗദർ, കല്യാണം കഴിക്കണമെന്ന് ജീവിച്ചോ, അല്ലെങ്കിൽ ഗർഭചിത്രം ചെയ്തോ, ഇങ്ങനെ വചനത്തിന്, നമ്മുടെ വ്രതങ്ങൾക്ക്, നമ്മുടെ വിശുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും പറയും.
കൂട്ടുകാർ പറയും, മാധ്യമങ്ങൾ പറയും, ചിലപ്പോൾ കോടതി പറയും കുഴപ്പമൊന്നുമില്ല, ആരെയും കെട്ടിക്കോ, അതൊക്കെ പറയും. പക്ഷെ ഇവിടെയൊക്കെ ഒരു ദൈവ പൈതലിന് പറയാൻ പറ്റണം, എന്താണ്? ഇതങ്ങനെ സംഭവിക്കും, ഞാൻ ഇത് അറിയുന്നില്ല, ഞാൻ പുരുഷനെ അറിയുന്നില്ല, എനിക്കറിയണ്ട ഇന്ന് അറിയുന്നില്ല, എനിക്കിത് വേണ്ട, ഞാൻ അറിയുന്നില്ല, ഈ സുഖം, ഈ സന്തോഷം എനിക്ക് അറിയേണ്ടെന്ന് ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്, ഞാൻ വെറുതെ എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഇത് പറയാനുള്ള അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കും. മക്കളോട് കൂട്ടുകാർ പറയും, ഏത് പ്രേമിച്ചോടി, അവനോട് പൊക്കോ, അവിടെ പോയി ജീവിച്ചോ, ഹോംസ്റ്റേക്ക് പൊക്കോ, പബ്ബി പൊക്കോ. കൂട്ടുകാർ വിളിക്കും, അഫയറിൽ പെട്ടവര് വിളിക്കും, മദ്യപിച്ചോളാൻ പറയും, ഗർഭചിത്രം ചെയ്തോളാൻ പറയും, കല്യാണം ആരെയും കിട്ടിക്കോളാൻ പറയും. ഇവിടെയൊക്കെ പറയാൻ പറയും, ഞാൻ അറിയണില്ല, എനിക്ക് പറ്റില്ല, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ കർത്താവിന്റെ മോളാ, എനിക്ക് വചനമുണ്ട്, ഉദാശയുണ്ട്, വ്രതങ്ങളുണ്ട്, വിവാഹ ജീവിതത്തിന് വിശ്വസ്തതയുണ്ട്, അവിഹിത ബന്ധം, നോ, ഇതെങ്ങനെ, ഞാൻ അറിയില്ല. ഇത് പറയാനുള്ള ഒരു അഭിഷേകം, ഇത് മാതാവെന്ന് ചോദിച്ചു വാങ്ങും. അതിന് വേണ്ട കൃപ, ഇത് കൃപ നിറഞ്ഞവൾക്ക്, ദൈവം കൂടെയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കള്, നമ്മുടെ ജീവിതങ്ങള് എല്ലാം അറിയാൻ വേണ്ടി നടക്കരുത്. നമ്മുടെ മക്കളിന്ന് എല്ലാം അറിയാൻ വേണ്ടി നടക്കുക, അതിനുവേണ്ടി കറങ്ങാൻ പോകുന്നു, സിനിമ കാണുന്നു, കൂട്ടുകൂടാൻ പോകുന്നു, പബ്ബിൽ പോകുന്നു, ഹോംസ്റ്റേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതും ഇതും, അങ്ങനെ എല്ലാം അറിയാൻ വേണ്ടി ചപ്പ് ചവറ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവൾക്ക് ഇങ്ങനെ ഒരു ജീവിതമുള്ളൂ, അടിച്ച് പൊളിച്ച് തിന്നു കുടിച്ച് കറങ്ങാൻ പോയി, അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ കുറെ കുത്തി മുക്കി കുത്തി അങ്ങനെ അങ്ങോട്ട് അടിച്ച് പൊളിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, മോളെ, ദൈവത്തിന്റെ മക്കള് ഇതൊന്നും ചെയ്യരുത്, ഇവരിത് അറിയണ്ട. എല്ലാം അറിയേണ്ട കാര്യമുണ്ടോ? എല്ലാം അറിയേണ്ട കാര്യമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സെമിനാരിയില് ഒരു റെക്ടറച്ചൻ, പറയാൻ പാടില്ല എന്നാണ് പറയണം, നമ്മുടെയൊക്കെ ചില കാര്യങ്ങൾ പറയണം, സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞു, മദ്യം വാങ്ങിച്ച് കൊടുത്തിട്ട് പറയണം, ഇത് എല്ലാവരും അറിയട്ടെ. എന്താന്ന് അറിയട്ടെ? എന്റെ മക്കളെ, വൈദിക വിദ്യാർത്ഥികൾ മദ്യത്തിന്റെ രുചി അറിയണ്ട, അതറിയണ്ടെന്ന്. എല്ലാം അറിഞ്ഞിട്ടാണ് അച്ഛനാവണ്? അല്ല, ചിലത് അറിയാൻ പാടില്ല, അറിയണ്ട, എനിക്ക് അറിയണ്ട, ഞാൻ അറിയില്ല. കല്യാണത്തിന് മുമ്പ് എന്താ പറയാ, ജഡിക പാപ ലൈംഗിക ബന്ധസുഖം, അതറിയണ്ടെന്ന്, ഞാൻ അറിയുന്നില്ല. എന്റെ മക്കളെ, ഈ ഒരു അഭിഷേകം നമുക്ക് വേണം. ഇന്നെല്ലാം അറിഞ്ഞ് എല്ലാം അനുഭവിച്ച് അച്ഛനാവും, കന്യാസ്ത്രീയാവും, കല്യാണം കഴിക്കും, പിന്നത്തെ കാര്യം പറയണ്ടല്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് അമ്മയുടെ കരുത്ത്. ഞാൻ അറിയുന്നില്ല, ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്, ഞാൻ കന്യകയാണ്, കന്യകാത്വ നേർന്നിട്ടുണ്ട്, അതിന് വിരുദ്ധമായ ഒന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് അറിയണ്ട. അത് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു പറയും, മക്കളെ, നമുക്കുണ്ടായിരിക്കേണ്ട അഭിഷേകമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി മക്കള് എല്ലാം അറിഞ്ഞ്, അത് മറിഞ്ഞ്, ഇത് മറിഞ്ഞും, അതും കുടിച്ചും, ഇത് തിന്നും, ഇതും കുടിച്ചും, അവന്റെ കൂടെയും അവരുടെ കൂടെ ഏക്കപ്പാടം കൂടി ചപ്പ് ചവറ് പരിവുമായ അവസ്ഥയിലേക്ക് പോകുന്ന അനേകം മക്കൾ. അത് പൗരോഹിത്യത്തിനുണ്ട്, സന്യാസി കന്യാസ്ത്രീമാരുണ്ട്, സകലമാന മേഖലകൾ എല്ലാം അറിയാൻ വേണ്ടി നടക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ നമ്മുടെ വലിയൊരു തെറ്റാണ്. ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തില് ഈ അമ്മയുടെ മാതൃക പിന്തുടർന്ന്, ഞാൻ അറിയുന്നില്ല, എനിക്കറിയണ്ട, മദ്യത്തിന്റെ ടേസ്റ്റ് അറിയണ്ട, ഈ കഞ്ചാവിന്റെ ടേസ്റ്റ് അറിയണ്ട, ഈ ലഹരിയുടെ ടേസ്റ്റ് അറിയണ്ട, ഈ കൂട്ടുകെട്ട് സുഖം എനിക്ക് അറിയണ്ട, എല്ലാം അറിയണ്ടെന്ന്. എന്തിനാ അറിഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? അറിയാൻ പാടില്ലാത്തതും അറിയേണ്ടാത്തതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഞാൻ അറിയുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റണം. മാതാവിന്റെ മധ്യസ്ഥത്തിന് ഈ ഒരു വലിയ അഭിഷേകം നമുക്ക് നമ്മുടെ മക്കൾക്കും, നമ്മുടെ കുടുംബങ്ങൾക്കും, വൈദികർക്കും, സന്യസ്തർക്കും, നമ്മുടെ കന്യാസ്ത്രീമാർക്കൊക്കെ ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവിടെയാണ് മക്കളെ വിജയം, അവിടെയാണ് മക്കളെ കൃപ, അവിടെയാണ് മക്കളെ കർത്താവിന്റെ സാന്നിധ്യം. അനുഗ്രഹിക്കട്ടെ. വലിയൊരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അഭിഷേകത്തിനായി ദിവ്യകാര സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, എത്രയോ വലിയ കാര്യങ്ങളാണ് അമ്മ മാതാവിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ദൈവകൃപ നിറഞ്ഞ അമ്മ, കർത്താവ് കൂടെ വസിക്കുന്ന അമ്മ, അമ്മയുടെ ജീവിതത്തില് അമ്മ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചു. കന്യകാവ്രതത്തിലൂടെ കർത്താവ്, ഞങ്ങളും ഒത്തിരിയേറെ വ്രതബദ്ധമായ ജീവിതം ജീവിക്കേണ്ടവരാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ ജ്ഞാനസ്നാന വ്രതങ്ങള്, വിവാഹ ജീവിതത്തിലെ ദാമ്പത്യ വിശ്വസ്തതയുടെ
കൽപ്പനകള്, നിയമങ്ങള്, കർത്താവെ പൗരോഹിത്യ ജീവിതത്തിലെ വ്രതങ്ങള്, ഇതെല്ലാം ജീവിക്കേണ്ടവരാ ഞങ്ങൾ അറിയാണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം ഞങ്ങൾ അറിയാൻ പോകരുത്. എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ പോകരുത്. കർത്താവെ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബങ്ങള്, ജീവിത പങ്കാളികള്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങള്, ഞങ്ങളുടെ പൗരോഹിത്യം, സന്യാസ ജീവിതത്തില് കർത്താവെ അറിയില്ല, അറിയണ്ടെന്ന് പറയേണ്ട പലതിനോടും കർത്താവെ ഇങ്ങനെ അമ്മയെ പോലെ ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ ഒരിക്കലും പുരുഷനെ അറിയുന്നില്ലെന്ന് പറയാൻ കർത്താവെ ഞങ്ങൾക്കിടയാകണം. ഞങ്ങളുടെ മക്കള് തെറ്റായ കൂട്ടുകെട്ട് കടന്നു വരുമ്പോ, സ്നേഹബന്ധങ്ങൾ കടന്നു വരുമ്പോ, പ്രേമക്കുരുക്ക് കടന്നു വരുമ്പോ, ലഹരി കടന്നു വരുമ്പോ, കൂട്ടുകെട്ടിലൂടെ പല പല പൈശാചിക ചിന്തകളും സ്വഭാവങ്ങളും ആസക്തികളും കടന്നു വരുമ്പോ, മദ്യപാനം വേണ്ട, ഞാനത് അറിയുന്നില്ല എന്ന് പറയാനുള്ള കൃപ ഈശോയുടെ മക്കൾക്ക് നൽകണമേ. ശരിക്കും പ്രാർത്ഥിക്കും മക്കളെ, ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്കിത് വേണ്ട, എനിക്കിത് ഞാൻ അറിയുന്നില്ല, എനിക്ക് അറിയണ്ട. കർത്താവിനെ വിട്ട്, വചനം വിട്ട്, സമർപ്പണം വിട്ട്, എന്റെ വ്രതങ്ങൾ വിട്ട്, എന്റെ വിശുദ്ധി വിട്ട് കർത്താവേ അങ്ങയുടെ മക്കൾ പോകാനിടയാകാത്ത വിധം ചങ്കൂറ്റത്തോടെ, വലിയ കരുത്തോടെ ഏതവന്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റട്ടെ. ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ചും ഞങ്ങളുടെ യുവമക്കള്, പഠിക്കാൻ പോയിരിക്കുന്ന മക്കള്, ദൂരത്തായിരിക്കുന്ന മക്കള്, വിദേശത്തായിരിക്കുന്ന മക്കള്, പല പല ബന്ധങ്ങളിലും പെട്ടുപോകാൻ വേണ്ടി സാധ്യതയുള്ള മക്കള് കർത്താവേ പറയാൻ പറ്റണം ചങ്കൂറ്റത്തോടെ. ഒരു അഭിഷേകം നിറയാൻ വേണ്ടി ഇരു കാര്യങ്ങളും ഉയർത്തി ദിവികാന സന്നദ്ധിയില് മാതാവിനെ ഔഷപിതാവിന്റെ മാധ്യസ്ഥത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, കൃപ നിറയട്ടെ. അമ്മയിൽ നിറഞ്ഞ വലിയ കൃപ, അമ്മയിൽ നിറഞ്ഞ വലിയ ശക്തി ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്വയം നന്ദി കർത്താവേ. ഈ വലിയ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിപരമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിച്ച മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈ വലിയ അഭിഷേകം നിറഞ്ഞ് കരുത്തോടെ, ധീരതയോടെ, ശക്തിയോടെ അറിയേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ അറിയുന്നില്ലെന്ന് പറയാനുള്ള വലിയ അഭിഷേകം, വലിയ ശക്തി, വലിയ ധൈര്യം നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും വിരിച്ച് യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് സ്തുതിച്ച് നന്ദി പറഞ്ഞ് ആരാധിച്ച് ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.